നമ്മള് മത്സ്യത്തൊഴിലാളികളുടെ ഒരു കാര്യാട്ടാ എല്ലാ മഴ പെയ്തിട്ട് ഇനി ബാക്കി പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വെറുതെയുടെ കാലം. ഹായ്, അപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുഴയിലേക്കാണ് ഞങ്ങൾ പോക്ക്. അപ്പോൾ പുഴയിൽ നമ്മളൊരു അത്യാവശ്യം പ്രധാനപ്പെട്ട ഞങ്ങളൊരു സാധനം മുങ്ങിക്കിടപ്പുണ്ട്. അപ്പം ഞങ്ങളിത് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അതിന് മുന്നേ ഞങ്ങളിതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഈ ഒരു ദൂരം ഇങ്ങനെ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇത് കണ്ട വെള്ളമൊക്കെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നല്ല കട്ട കലക്കിലാണ് പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും അവസ്ഥയ്ക്ക് ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ മുങ്ങിക്കിടക്കുന്ന ആളെടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുങ്ങിക്കിടക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളെ തോണി മഹാലക്ഷ്മിയാണ് കേട്ടോ. മഹാലക്ഷ്മി ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്, വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അവരെ ഫുള്ളായില്ലേ? അരപ്പാത്തി വെള്ളം കാണുന്നില്ല. ഷായത്ത് കുരിക്കോ അതിനല്ലേ നിങ്ങൾ ബക്കറ്റൊക്കെ എടുത്ത് വന്നത്. അടക്കട്ടെ. ഓ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഉപ്പുള്ളോണോ നന്മണ്ടോണോ? എന്നാ എൻ്റെ ഇത് സ്വർണ്ണക്കൊലിസിലെ കളറ് പോവും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. എന്ത് അല്ല ഒരാളാ നല്ല മഴയല്ലേ, എവിടെയെങ്കിലും ഓടിപ്പാച്ച് കടന്നൂടെ? ഒന്നും ചിന്തിക്കണ്ടല്ലോ. അതണ്ട മഴ അടിപൊളി. ആ വെള്ളമുണ്ട് കേട്ടാ, അരപ്പാത്തി വെള്ളമുണ്ട്. ശരി, സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാ. അതാ വെള്ളം നല്ലോണം ഉണ്ട് തോണിയിൽ, വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കോരുന്നുണ്ട് കേട്ടാ. കണ്ടിട്ടെടുക്കാം. അയ്യവ, ഞാനിങ്ങനെ കരക്ക് ഇങ്ങനെ വായി നോക്കി വെറുതെ നിൽക്കുന്നു കേട്ടാ. നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ ഒരു കാര്യാട്ടാ. മഴ വെയിൽ എല്ലാം ഒന്നും നമ്മൾ ഒഴിവാക്കൂല, എല്ലാം നമുക്കുള്ളൂ. അത് ഏറ്റുവാങ്ങാൻ നമ്മുടെ ശരീരം പ്രാപ്തരാണെന്ന് പറയുന്ന പോലെ ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഇപ്പം മിഞ്ഞാന്നും പണിക്ക് പോയി കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ മീനൊന്നും ഇല്ല. അരിഞ്ഞിപ്പോൾ വീണാലെങ്കിൽ നമ്മൾ ചെമ്മീൻ പിരിക്കുന്ന ഷീറ്റൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെമ്മീൻ പിരിക്കുന്ന സ്ഥലമൊക്കെയാണ് അങ്ങോട്ടേക്ക്. വലയും സാധനങ്ങളൊക്കെ ഇതാ എല്ലാം കരക്ക് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനൊക്കെ കുറച്ച് മാസങ്ങൾ കഴിയും കേട്ടോ ഇതിനൊക്കെ പണി തുടങ്ങണമെങ്കിൽ. ഇനിയിപ്പോൾ ഇതുപോലുള്ള വല ചെറിയ ചെറിയ വലയൊക്കെ ഇട്ടിട്ട് അതുപോലെ ലൊട്ടിലൊടുക്ക് പണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇനി മഴ പിടിച്ചാൽ നമുക്ക് അങ്ങനെ കേട്ടോ, നമ്മളെ വലയിട്ടാർക്കൊക്കെ പണി കുറയും. ഞാൻ ശരിക്കും വൈകുന്നേരം വെറുതെ അവിടെ ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരാളെന്നോട് പറഞ്ഞത്, ബാടി നമുക്ക് പാത്തിയിലെ വെള്ളം കോരാൻ പോയാലോ. പാത്തി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തോണി വഞ്ചിയിലെ വെള്ളം കോരാൻ പോയാലോ. അപ്പോൾ ഇതുപോലെ എവിടെ പോകണമെങ്കിലും ബാടി 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 എന്ന് വിളിക്കോട്ടെ എന്തായാലും. അപ്പം ഞാനും ഇങ്ങനെ ഇറങ്ങിയതാന്ന് വെറുതെ, പുള്ളിക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അന്നേരം ചുമ്മാ ഒരു ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ സുഖമായിട്ട് വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുമായിരിക്കും അല്ലേ, ഫോണൊക്കെ നോക്കി. ഞങ്ങളെന്തായാലും വെള്ളമൊക്കെ കോരിയിട്ട് വീട്ടിലോട്ട് പോകട്ടെ. ഇവിടുന്ന് കുറച്ച് അടുത്താണ് കേട്ടോ. അതേ ഉള്ളൂ, നടക്കാനേ ഉള്ളൂ, കണ്ടല്ലോ അതേ ഉള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഒന്നിച്ചങ്ങ് വരണം അല്ലേ? അതെ, വെള്ളം കോരുള്ളൂ. അതെ, ഓരോ മഴക്ക് വന്നിട്ട് ഓരോ കൂടാരം വെള്ളമല്ലേ, ഓരോ തോണി നിറച്ച് വെള്ളം. അത് അതെ, ഒരു എക്സസൈസ് ആവട്ടെ. കൊതുക് എന്നെ നല്ലോണം ഇരിക്കുന്നുണ്ട്. കൊതുക് ഞമ്പോ കഴിഞ്ഞില്ലേ? കൊതുകിന്റെ ഏറുകളി കേട്ടോ ഇവിടെ. അയ്യോ, കാലൊക്കെ കൊതുക് അടിച്ച് അലാക്കാക്കി. ഇന്നത്തെ വെള്ളം കോരലൊക്കെ കഴിഞ്ഞു തോണിന്ന്. ഇനിയിപ്പൊ തന്നെ അടുത്ത മഴക്ക് ഇതോ ഇതിന്റെ ഇരട്ടി വെള്ളാവല്ലേ വിവേ? ഇനി എല്ലാ മഴ പെയ്തിട്ട് ഇനി ബാക്കി പോയത്. അതന്നെ എല്ലാ വെള്ളവും കൂടി ശിവേട്ടൻ പറഞ്ഞ പോലെ എല്ലാ മഴയും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മ ഈ ജൂണും ജൂലൈ ഒക്കെ കഴിയേണ്ടി വരും. അപ്പോഴേക്കും തോണി ഏതിൻ്റെങ്കിലും അടിയിലായി പോയിട്ടുണ്ടാവും മഴയത്ത്. പിന്നെ എന്താണ് വല്ലതും പറയാനുണ്ടാവും? ഇപ്പൊ എന്തെങ്കിലും പറയുന്നേ? എല്ലായിടത്തും മഴയല്ലേ, പിന്നെ എല്ലാവരുടെ കഷ്ടം ഇതേപോലെ തന്നെ. ആ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കല്ലേ വെറുതെയുടെ കാലം. ശരിയാണ്, ഞാൻ പറഞ്ഞു നമ്മളതാ വലയൊക്കെ അവിടെയൊക്കെ ഇതാ കയറ്റിയെല്ലാം വെച്ചേക്കാണ്. നമ്മളെ പണിയൊക്കെ മലവെള്ളം വന്ന നമ്മളെ ഈ പണി കുറയും, ഉണ്ടാവേ ഇല്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾക്കിനി വെറുതെയുടെ കാലം അന്ന് പറയേണ്ടി വരും. അങ്ങനെ തന്നെ ഉണക്കറ്റമ്മീൻ പിരിക്കണ സ്ഥലമൊക്കെ ദൈവമേ വെള്ളത്തിൽ കുളിച്ചിടക്ക്. അയ്യോ, ഇവിടെയൊക്കെ കുഴിയായിട്ടേ ഉള്ളത് കേട്ടോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ കുഴികളാണ്. ഒക്കെ വഴിയൊക്കെ ഇങ്ങനെയായിട്ടാ. വണ്ടി 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 ഇപ്പൊ വന്ന വഴി തിരിച്ചടക്കും.
സ്കൂൾ ട്രിപ്പ് എടുത്തിട്ട് ആ ആ പോയ ചക്കനായി ചെറിയ പയ്യനായി. അയ്യോ അത് കണ്ടില്ല അങ്ങ് പോയി. അതെ ഞാൻ ആവശ്യക്കട്ടെ, അതായത് പിന്നെ അവനെന്താ LKG UKG ആണ്. അത് പണ്ട് ഇപ്പൊ സ്കൂൾ ട്രിപ്പ് എടുത്തിരുന്ന കഥയാണ് കേട്ടോ ഈ പറഞ്ഞത്. അപ്പൊ അവര് വന്നിട്ട് നമ്മളെ കാണാൻ പറ്റില്ല, പറയും ഇങ്ങനെ സഭ്യമായ സഭ്യങ്ങളെ എന്നെല്ലാം വിളിച്ച് വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തിരിയില്ല. അതെ, കാരണം അവര് മാറ്റം ഉണ്ടാവും. അവർക്ക് മാറ്റമുണ്ട്, നിങ്ങൾക്ക് മാറ്റില്ലല്ലോ. ചിലപ്പോ അന്ന് കുറച്ച് ഉഷാറ് വെച്ച് ഉണ്ടാവും. അത്രയും ഉണ്ടാവും. അപ്പൊ അവർക്ക് പെട്ടെന്ന് തിരിയും. അവരുടെ മുഖമൊക്കെ മാറി. കുറെ കുട്ടികളുണ്ട്, പക്ഷെ എനിക്ക് ഇത് കുറെ കുട്ടികളെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. അവര് എന്നോട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അവര് എന്നോട് പണ്ട് എന്റെ കല്യാണം കഴിയുന്നത് വരെ നിങ്ങൾ സ്കൂൾ ട്രിപ്പ് എടുത്തിരുന്നല്ലേ? 2012-13 വരെയായിട്ട് സ്കൂൾ ട്രിപ്പ് വണ്ടി എടുത്തിരുന്നു. അപ്പൊ അന്നേരം ഓരോ മക്കളിലേ പോകുമ്പോ നമുക്ക് മനസ്സിലാവില്ല. അവര് പെട്ടെന്ന് ആ കൊണ്ടുപോയ പാപ്പഞ്ചേരി അങ്ങനെ കുറെ കുട്ടികളുണ്ട്. ജെട്ടിക്കുണ്ടായിരുന്നു. ചോര ചോരയാവൂന്ന് എനിക്ക് മാറാൻ രോഗമൊന്നുമില്ല. ഇവിടെയൊക്കെ വെള്ളായിട്ടാ, വിബിന്റെ വീടിന്റെ അടുത്തെല്ലാം വെള്ളായി. ഇതുണ്ട് ഇങ്ങനെ നമ്മള് നടന്നു നമ്മളെ വീടെത്താനായിട്ട് അത് വീട് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ എടുത്തോണ്ടിക്കലെ അച്ഛൻ വിളിച്ചേട്ടാ. അപ്പൊ അച്ഛനോട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ കൊട്ടിയിരുന്ന് കുറച്ച് ടീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ഹായ് എല്ലാം അടിച്ച് 2 ഡയലോഗെല്ലാം അടിച്ചിട്ട് കട്ടാക്കിയിട്ടേ ഉള്ളൂ. അപ്പൊ എന്തായാലും അപ്പോഴേക്കും നമ്മൾ മഴയൊക്കെ പോയി, നമ്മളിതാ കുടയൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ നമ്മളെ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പൊ എന്തായാലും ഒരു മഴ വ്ളോഗ് അല്ലേ, അങ്ങനെ പറയേണ്ടി വരും. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ, ഒരു ചെറിയ വ്ളോഗ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ.